അങ്ങയുടെ കൃപ ഓരോരുത്തരുടെ മേലും പകരണമേ. ബലഹീനരെ ദൈവം താങ്ങണമേ. സൗഖ്യമില്ലാത്തവർക്ക് ദൈവം സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ. വാർദ്ധക്യത്തിന്റെ കെടുതികളിലായിരിക്കുന്നവരെ ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുള്ള വാഗ്ദത്തങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ദൈവമായിരിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ കർത്താവേ. എല്ലാറ്റിലും അങ്ങയുടെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. Say
എല്ലാവർക്കും ദിവസം
പ്രാർത്ഥനയോടെ അടുത്തു വരുവാൻ, ആരാധനയോടെ അടുത്തു വരുവാൻ, ആർത്തിയോടെ അടുത്തു വരുവാൻ, ദാഹത്തോടെ അടുത്തു വരുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി നമ്മെ സഹായിച്ച ദൈവത്തെ നന്ദിയോട് സ്തുതിക്കാം. നമുക്ക് ഓരോരുത്തർക്കും അത് അനുഗ്രഹമായി തീരട്ടെ. മഹാദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ സമൃദ്ധിയായി ദൈവം പകരുമാറാകട്ടെ. ഹല്ലേലൂയ. സൗഖ്യമില്ലാതിരിക്കുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ, കൃപകളെ പകർന്ന ദൈവം വീണ്ടും വഴിനടക്കേണ്ടതിനായി നമ്മുടെ സഹോദരവർഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇത് രാത്രിയിലത്തെ വചന ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായി തീരേണ്ടതിനായി കർത്താവിന്റെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളത്തെ വിശുദ്ധാരാധനയ്ക്കായി സഭയായി നമ്മെ ഒരുക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മഹത്വത്തിനായി തീരട്ടെ. അതിനായുള്ള ഒരുക്കത്തോടെ, ഹല്ലേലൂയ, പ്രാർത്ഥനയോടെ, ഭയഭക്തിയോടെ ദൈവസന്നിധി വരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെ ഒരുക്കട്ടെ. വെറും കൈയായി നമ്മെ അയക്കാത്ത ദൈവം ഇത് രാത്രി സമൃദ്ധിയായ അനുഗ്രഹങ്ങളോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസ്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അനേക അനർത്ഥങ്ങളും അനിഷ്ട സംഭവങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു ലോകത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയോടെ ദൈവമേ അത്ഭുതകരമായ വിധത്തിൽ ദൈവം ഞങ്ങളെ പരിപാലിച്ച് നടത്തിയ എല്ലാ വഴികൾക്കു വേണ്ടി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ മതിയായവനായിരുന്നല്ലോ, നല്ലവനായിരുന്നല്ലോ, വിശ്വസ്തനായിരുന്നല്ലോ. ഹല്ലേലൂയ. അങ്ങയുടെ കൃപയുടെ കരതലത്തെ ഞങ്ങളെ വഹിച്ചുകൊണ്ടിരുന്നല്ലോ. ആ ദിവ്യ സ്നേഹം ഞങ്ങളുടെ പേര് അവിടുന്ന് പകർന്നുകൊണ്ടിരുന്നല്ലോ. ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ പേർ പകർന്ന എല്ലാ ദൈവകൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾക്ക് ആസ്വദിപ്പാനും അനുഭവിപ്പാനും കാലാകാലങ്ങളിൽ ലഭിച്ച മകൻ ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. ആ ദൈവമേ, ആ ദിവ്യ സ്നേഹം, ആ കാൽവറിയിലെ ദിവ്യ സ്നേഹം, ആ പ്രകാശനം ഞങ്ങൾ ദർശിപ്പാൻ കൃപ തന്നതുകൊണ്ട് സ്തോത്രം. സകല ജാതികളെയും മുമ്പിൽ ഒരുക്കിയതായ ആ വലിയ രക്ഷയെ ഞങ്ങൾ കണ്ടുകൊണ്ട് കാണുവാൻ കൃപയാ ലഭിച്ച ഭാഗ്യത്തിന് വേണ്ടി സ്തോത്രം. അങ്ങയുമായി ഉടമ്പടി ചെയ്ത അന്ന് മുതൽ ഇതുവരെയും ധന്യനായ ദൈവം ഞങ്ങളെ പരിപാലിക്കാൻ നടത്തിയ ചെയ്ത എല്ലാ വഴികൾക്കും വേണ്ടി സ്തോത്രം. സഭയാ ഞങ്ങളുടെ ഭവനങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. ഈ സന്ധ്യാസമയം ഇങ്ങനെ അനുഗ്രഹീതമായ കൂട്ടായ്മയൊക്കെ തന്നതിനായി സ്തോത്രം. പാടുവാൻ തന്നതിനായി സ്തോത്രം. പ്രാർത്ഥിപ്പാനങ്ങളോട് പറ്റി ചേർന്ന് അല്പസമയം ഇരുന്ന് ആശ്വാസം പ്രാപിച്ച്, ധൈര്യം പ്രാപിച്ച്, ബലം പ്രാപിച്ച്, കൃപ പ്രാപിച്ച് ഇവിടെ എഴുന്നേൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഇടുമാറാകണമേ. ഞങ്ങൾ പാടിയതുപോലെ അടയാളങ്ങളുടെ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ഉണ്ടല്ലോ കർത്താവേ. അതൊന്നും തീർന്നു പോയിട്ടില്ലല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം നീട്ടണമേ. രോഗികളെ സൗഖ്യമാക്കണേ, ക്ഷീണിതരെ ശക്തീകരിക്കണമേ, ബലഹീനരെ താങ്ങുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വളരെ ഉത്തേജനം ലഭിച്ചവരായി, ആത്മീയ ശക്തി ലഭിച്ചവരായി, വർദ്ധനവ് ലഭിച്ചവരായി, കൃപ കൊണ്ട് നിറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങുവാൻ കൃപ തരേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നടുവിൽ അയച്ച കർത്തദാസിനെ കുടുംബത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി നല്ല സാക്ഷ്യങ്ങളും നല്ല വചനങ്ങളും കേൾക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദാസനെ ശക്തമായി ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസൻ ജോൺ ഐസക്കിനായി സ്തോത്രം. അങ്ങയുടെ ദാസനെ ഞങ്ങളുടെ നടുവിൽ കൊണ്ടുവന്നതിനായി സ്തോത്രം. ചേർന്ന് വന്ന എല്ലാ പ്രിയമുള്ളവർക്കായി സ്തോത്രം. പാടുവാനും പ്രാർത്ഥിപ്പാനും കൃപ അനുഭവിപ്പാനും വിനയം ഞങ്ങളെ സഹായിക്കണമേ. വചനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നടക്കുവാൻ പോകുന്ന സഹായത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്ന സഹായം തരണമേ കർത്താവേ. ദുഃഖാർത്ഥനായി വേദനകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടെ ഹൃദയത്തെ ദിവ്യമായ ആശ്വാസം പകരണമേ, ദിവ്യ സമാധാനം പകരണമേ, പ്രത്യാശ വർദ്ധിപ്പിക്കുമാറാകണമേ. ദൈവമേ, നടക്കുവാനുള്ള ആ ശുശ്രൂഷകളെ ആദരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ നാമം ഞങ്ങളുടെ നടുവിൽ മഹത്വപ്പെടുത്തിയാട്ടെ. യേശു കർത്താവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ രാത്രി ദൈവസന്നിധിയിൽ നമ്മെ കൂട്ടുവരുത്തിയ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു. നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ മധ്യത്തിൽ അതിഥികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ജോണഗിൽ കുടുംബത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. മഹാദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ സണ്ണി, അദ്ദേഹം ഹൈദരാബാദിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു.
അദ്ദേഹത്തിൻ്റെ സ്വന്തം ദേശം മാവേലിക്കര ചെന്നിത്തലയാണ്. ചെന്നിത്തല എന്ന് കേൾക്കുമ്പോൾ നമ്മളൊരു സ്ഥലമാണോ ഒരു പേരാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മുടെ മനസ്സിൽ മിക്കപ്പോഴും ആദ്യം വരുന്ന ഒരാളുടെ പേരാണ്. കർത്താവ് സ്തോത്രം. പാസ്റ്ററുടെ ഫാമിലി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ജാഗരണത്തോടെ നമുക്കായിരിക്കാം. പാസ്റ്റർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു രാത്രി സമയം കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വരുവാൻ ദൈവവസരം ഒരുക്കണം. ദൈവം ഇന്ന് പകൽ സമയം മുഴുവനും ദൈവത്തിൻ്റെ കാവലും പരിപാലനം നമ്മുടെ മേൽ തന്നു. ഈ സഭയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ജോസ് കുടുംബം, അതുപോലെ കുര്യാക്കോസ് കുടുംബം, അതുപോലെ ജോണൈസ് കുടുംബം, മറ്റാരുടെ പേരെനിക്കറിയത്തില്ല, അറിയാവുന്ന പേര് മാത്രമേ ഞാൻ പറഞ്ഞത്. ബാക്കി എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രത്യേകമായിട്ടുള്ള വന്ദനം അറിയിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ ഊർവയാൽ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. പാസ്റ്റർ ഓർമ്മപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് സണ്ണി. ഞാൻ ചെന്നിത്തലയാണ് എൻ്റെ വീട്. വൈഫ് ഷൈല, മോൻ സോബിൻ, മോള് സ്നേഹ, കൂടാതെ മോൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് ഞങ്ങളിവിടെ വരുവാനിടയായത്. കഴിഞ്ഞ 22-ാം തീയതി ഞങ്ങൾ അമേരിക്കയിൽ വന്നു. മോൻ്റെ വിവാഹമൊക്കെ മംഗളമായിട്ട് 25-ാം തീയതി കഴിഞ്ഞു. മോനും കുടുംബമായിട്ട് മറ്റൊരു ചർച്ചിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ കടന്നു പോയിരിക്കുന്നു. അവരുടെ ആ ശുശ്രൂഷയെ ഓർത്തുകൊണ്ടും ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ഞങ്ങൾ ഹൈദരാബാദിൽ ദീർഘവർഷങ്ങളായിട്ട് ഹൈദരാബാദ് ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞങ്ങളായിരിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ശുശ്രൂഷയൊക്കെ ഭംഗിയായി നടക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ട് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നല്ല പാട്ടുപാടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സഹായിച്ചു. ഈ പഴയ പാട്ടുകൾ കേൾക്കുന്നത് സാധാരണയല്ല. ഇപ്പം പഴയ പാട്ടിനോട് വലിയ പ്രിയമൊന്നും ആർക്കുമില്ല. എല്ലാം പുതിയ പുതിയ പാട്ടുകളാണ്. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ പാടിയ പാട്ടുകളൊക്കെ പഴയ പാട്ടുകളാണ്. ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും അറിയാവുന്ന പാട്ടുകൾ ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാനും ഒക്കെ ദൈവം അവസരമൊരുക്കി. വീണ്ടും നമുക്ക് അതിനുള്ള അവസരങ്ങളും സാഹചര്യവും ഒക്കെ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയുടെ സമയം എൻ്റെ അനുഭവ സാക്ഷ്യത്തെ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് തിരുവചന ചിന്തയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാനാണ് ആഗ്രഹിക്കുന്നത്. പറഞ്ഞ ടൈമിൽ തന്നെ നിർത്താം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ലോകപ്രകാരം എൻ്റെ മാതാപിതാക്കൾ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്നു. എനിക്ക് 4 പെങ്ങന്മാരുണ്ടായതിനു ശേഷം എൻ്റെ അമ്മ, നമ്മൾ പറയുന്നത്, നേരുകയായിരുന്നു. എനിക്കിനി ഒരു ആൺകുഞ്ഞിനെ കിട്ടിയാൽ അവന് കർത്താവിന് വേണ്ടി കൊടുത്തുകൊള്ളാമെന്നൊക്കെ പറഞ്ഞ് അമ്മ അങ്ങനെ ഒരു വാക്കൊക്കെ പറഞ്ഞു. അങ്ങനെ ദൈവകൃപയാൽ ഞാൻ ജനിച്ചു. ജനിച്ച സമയം മുതലേ പറഞ്ഞു, മോനെ ഞാൻ നേർന്നു. ഞാൻ പറഞ്ഞ ശാലമൊക്കെ എനിക്ക് അറിവായപ്പം ഞാൻ പറഞ്ഞ നേർച്ചയൊന്നും ദൈവവചനത്തിനൊന്നും തെളിവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് വേണ്ട, അതുകൊണ്ട് മുന്നോട്ട് പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുക. ഞാനങ്ങനെ ഒരു ജോലിയൊക്കെ പഠിച്ചു. അങ്ങനെ ഞാൻ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഗൾഫിലേക്കൊരു ചാൻസ് വന്നു. ഗൾഫിൽ പോകാമെന്നുള്ള വളരെ താല്പര്യത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ അതൊന്നും സാധിച്ചില്ല. അപ്പോൾ എല്ലാ ദൈവദാസന്മാരും പ്രവാചകന്മാരും ഞാൻ എവിടെ മൂലയ്ക്കിരുന്നാലും ഓടി എൻ്റെ അടുക്കൽ വരും. ഞാൻ പലപ്പോഴും ദൈവദാസന്മാരാരും കാണണ്ട എന്ന് കണ്ടിട്ട് ഞാൻ ഏതെങ്കിലുമൊക്കെ മൂലയ്ക്ക് പോയിരുന്നിട്ടുണ്ട്. അപ്പോൾ
ദൈവാത്മാവിനാൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ ഓടി വന്നിട്ട് ആ മൂലം തന്നെ പിടിച്ചു വന്നിട്ട് പറയും, മോനെ നീ ഇവിടെ ഇരിക്കേണ്ടവരല്ല, നീ ശുശ്രൂഷ മുഖത്ത് വിളങ്ങേണ്ടതാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവദാസന്മാരോടൊക്കെ ഞാൻ അതിനൊക്കെ മറുപടി കൊടുത്തു. നിങ്ങളോട് സംസാരിക്കുന്ന ദൈവം എന്നോട് സംസാരിക്കണം. എന്നോട് സംസാരിച്ചാൽ ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്യാം. ഡിമാൻഡല്ല, പിന്നെയോ ഒരപേക്ഷയായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. ദൈവം തക്ക സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ശുശ്രൂഷയിലേക്ക് നയിക്കുവാനിടയായി. അതെങ്ങനെ ചോദിച്ചാൽ, എൻ്റെ കാലിൽ വലിയ വലിയ പരുക്കൾ വരും. പരുക്കൾ വന്നു കഴിഞ്ഞാൽ ആ പരുക്കൾ കരിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കമ്പനിയിൽ നിന്ന് 1 മാസം ലീവ് എടുത്ത് വീട്ടിലിരിക്കണം. അങ്ങനെ പല പ്രാവശ്യമായി. ഒരിക്കലും ഞാനിങ്ങനെ ഹൈദരാബാദിൽ ജോലിയും കഴിഞ്ഞ് ഇങ്ങനെ ഈ പരുവൊക്കെ വന്നാൽ ഞാൻ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് അന്ന് ഹൈദരാബാദിൽ വലിയൊരു മഴ പെയ്തു. ഞാൻ ആ മഴ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ അടുക്കളിൽ കൂടി എൻ്റെ അടുക്ക് ഞാൻ തൊട്ടടുത്തുള്ള ഒരു ആന്റി വന്നിട്ട് ഒരു മോനെ ഗൾഫിലേക്ക് ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ട്. ഞാൻ ഇതുവരെയും ആരോടും പറഞ്ഞില്ല. ദൈവം ഇന്ന് എന്നോട് സംസാരിച്ചാൽ ഞാൻ കർത്താവിന് വേണ്ടി ശുശ്രൂഷയിൽ മുന്നേ ആ പൊക്കോളാമെന്ന് അന്ന് പറയുവാനിടയായി. അപ്പോൾ അവർ പോയി. ഭയങ്കര മഴ. തൊട്ടിപ്പുറത്ത് തന്നെ ആരോ ഒരാളോട് സംസാരിക്കുന്നു, മകനെ നീ ഒരു അപകടത്തിൽപ്പെട്ട് നിന്റെ അവയവങ്ങൾ നഷ്ടമായ അന്ന് നീ ബൈബിൾ എടുത്താൽ ഉപജീവനത്തിന് വേണ്ടി ബൈബിൾ എടുത്തിരിക്കുന്നു എന്ന ലോകം പറയും. അതുകൊണ്ട് ഈ ബലത്തോട് കൂടി പോവുക. 1 പ്രാവശ്യം കേട്ടു, 2 പ്രാവശ്യം കേട്ടു. ഞാൻ വകവച്ചില്ല. കാരണം ചെറുപ്പം മുതലേ ബന്ധക്കോസിലാണ്. വകവച്ചില്ല. അങ്ങനെ ഞാൻ ബാത്റൂമിലേക്ക് പോയി കാല് പിടിച്ച് ഞാൻ പോവുകയാണ്. ചിലപ്പോൾ വെള്ളത്തിനകത്തും ഇതേ സൗണ്ട് കേൾക്കുന്നു. എന്നാലും ഞാൻ ചോദിച്ചു, ഇവിടെ വിടുന്ന ലക്ഷണമില്ല. വാഷ്റൂമിൽ ചെന്ന് മുഖമൊക്കെ കഴിയും. അപ്പോൾ ആ വെള്ളത്തിനകത്ത് ഇതേ ശബ്ദം തന്നെയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ഓർത്ത്, ദൈവമേ, ചില വർഷങ്ങൾക്ക് മുൻപ് എനിക്കൊരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം എന്നോട് സംസാരിച്ച അതേ വാക്ക്, അതേ പുരുഷന്റെ സൗണ്ട് ഇന്നും കേൾക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങയുടെ വരയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. അന്ന് തന്നെ രാത്രിയിൽ ഞാൻ എൻ്റെ പാസ്റ്ററെ വിളിച്ചു. പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഞാനിതുപോലെ ദൈവവചനം പഠിക്കുവാനായിട്ട് ഞാൻ പോകാൻ താല്പര്യമാണ്. ദൈവം എന്നോട് ചോദിച്ചത് പറ്റി. അപ്പോൾ ഇന്ന പോലെ ശബ്ദം കണ്ടു. ദൈവം എന്നെ പിടിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിയുവാനിടയായി. പ്രിയമുള്ള, ഇതെൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞതിന് ശേഷം ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പലവിധമായ ഭാരങ്ങൾ, പ്രയാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിലുണ്ടായി. പലതുണ്ടായിരുന്നു. ഇതൊന്നും പറയാനുള്ള സമയമില്ല. ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കാണ് സമയം തന്നിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെയും തരണം ചെയ്യുവാനുള്ള കൃപ ദൈവം പ്രദാനം ചെയ്യുവാനിടയായി. കൃപയാൽ ഇപ്പോൾ ഹൈദരാബാദിൽ കർത്താവിന് വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഞങ്ങളെ കുടുംബമായി നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ആദ്യമായി അപേക്ഷിക്കുകയാണ്. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യമെടുക്കാം. 45-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം ഒരാളത് വായിച്ചു. 45-ാം സങ്കീർത്തനത്തിൻ്റെ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ദൈവമേ, നിന്റെ സിംഹാസനത്തിന്റെ എന്നും എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനത്തിൽ കൂടിയാണ് ഞാൻ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ 45-ാം സങ്കീർത്തനം കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിച്ചാൽ അവർ പറയും 45-ാം സങ്കീർത്തനം ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു ദിവസമുണ്ട്. ഏതാണെന്ന് അറിയാമോ? വർഷത്തിന്റെ ആരംഭമല്ല, അല്ലെങ്കിൽ നമ്മുടെ തിരുവത്താഴ് കഴിഞ്ഞതിന് ശേഷമുള്ള സമയമല്ല, പിന്നെയോ ഒരു വിവാഹ സമയത്ത് വായിക്കുന്ന വാക്യം സങ്കീർത്തനമാണ്. അപ്പോൾ ഞാൻ അതൊന്നുമല്ല എൻ്റെ ഹൃദയത്തിൽ വന്ന വിഷയം. ഇവിടെ വായിക്കുന്നു, ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കും ഉള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. അല്പസമയം തിരുവനന്തപുരത്ത് പറയുവാൻ ആഗ്രഹിക്കുന്നത് ചെങ്കോൽ എന്നുള്ള വിഷയമാണ്. നമുക്കെല്ലാവർക്കും അറിയാം
ചെങ്കോൽ എവിടെയാണ് കാണുന്നത്? നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ചെങ്കോൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം, ഒന്ന്, ഇത് അധികാരത്തിൻ്റെയാണ്, ഇത് ശക്തിയുടെയാണ്, ഇത് പ്രതാപത്തിൻ്റെയാണ് ചെങ്കോൽ. അപ്പോൾ ചെങ്കോൽ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വരുന്നത് ഈ ചെങ്കോലിന് പിന്നിൽ ഒരു അധികാരത്തിന്റെ ചിഹ്നമാണ്. രണ്ട്, ഇതൊരു ശക്തിയുടെ ചിഹ്നമാണ്. മൂന്ന്, ഇത് പ്രതാപത്തിന്റെ ചിഹ്നമാണ്. അങ്ങനെയെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഹല്ലേലൂയ, ദൈവമേ, ആ രാജ്യത്തിലെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാണ്. തിരുവചനം വായിക്കുമ്പോൾ അനേകവിധ ചെങ്കോലുകളെ പറ്റി നമുക്ക് തിരുവചനത്തിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. അനേക ചെങ്കോലുകളെ പറ്റി തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ വായിച്ചത് യഹോവയുടെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. ഇന്ന് രാത്രിയുടെ സമയം ദൈവസന്നിധാനത്തിലായിരിക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും കർത്താവിന്റെ സന്നിധാനത്തിൽ ചെങ്കോലുകളായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമുക്ക് അധികാരങ്ങൾ തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് ശക്തി തന്നിട്ടുണ്ട്. ദൈവം നമുക്ക് കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവ സന്നിധാനത്തില് ചെങ്കോലുകളായി ഈ ഭൂമിയിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിലെ 8 മുതൽ താഴോട്ടുള്ള വാക്യം വായിച്ചാൽ, യഹൂദയെ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ ഇരിക്കും, അപ്പന്റെ മക്കൾ നിന്റെ മുൻപിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം, മകനെ, നീ ഇര പിടിച്ചു കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞു സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. ആറവനെ എഴുന്നേൽപ്പിക്കും. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. നമുക്കറിയാം യാക്കോബ് തന്റെ മക്കളെ വിളിച്ചനുഗ്രഹിക്കുക. ഭാവികാലത്തെ പറ്റി ഇത് മക്കളെ വിവരിക്കുന്ന ഒരു വിവരണമാണ് 49-ാം അധ്യായം. അപ്പോൾ യാക്കോബ് പറയുകയാണ്, യഹൂദയെ വിളിച്ചിട്ട് പറയുന്നു, യഹൂദേ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. എത്ര നല്ല മാന്യമായ വാക്കാണ്. അടുത്തതായിട്ട്, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും. 3, അപ്പന്റെ മക്കൾ നിന്റെ മുൻപിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം, മകനെ, നീ ഇര പിടിച്ച കയറിയിരിക്കുന്നു. ഇന്ന് പകൽ സമയം പ്രിയമുള്ള ദൈവമക്കളെ, ഒരപ്പൻ തന്റെ മക്കളെ വിളിച്ചിട്ട് ഓരോരുത്തരോടും പറയുകയാണ്, ഇന്ന പോലൊക്കെ നിങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമുക്കറിയാം, ഈ യാക്കോബിന്റെ മൂത്ത മകനാകുന്നു രൂബേനെ നമുക്കറിയാം. അതിനുശേഷം നമുക്കറിയാം ശിമിയോനെ അറിയാം, ലേവി അറിയാം. 4-ാമത്തെ മകനാകുന്നു യഹൂദ. അപ്പോൾ മറ്റ് 3 പേരോട് പറയാത്ത ഒരു കാര്യം ഇതാ യഹൂദയെ പറ്റി പറയാണ്. ഈ 3-ാം വാക്യങ്ങൾ വായിക്കുമ്പോൾ, രൂബേനെ, നീ എന്റെ ആദിജാതൻ, വീരവും എന്റെ ശക്തിയും ആദിഫലവും ശ്രേഷ്ഠതയും വൈശിഷ്ട്യവും. നീ എന്റെ ആദ്യജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യ ഫലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ. വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല. നീ അപ്പന്റെ കിടക്കമേൽ കയറി അതിനെ അശുദ്ധമാക്കി. ആദ്യമൊക്കെ നല്ല കാര്യമോ പറഞ്ഞത്. അപ്പന്റെ വാക്കൊക്കെ കേട്ടപ്പോൾ ഉദ്ദേശിച്ചതോ നല്ല കാര്യമാ. രൂപേനെ, നീ എന്റെ ആദിജാതനാകുന്നു, എന്റെ വീര്യമാണ്, ശക്തിയാണ്, ആദിഫലമാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അടുത്ത വാക്യം പറഞ്ഞു, വെള്ളം പോലെ തുളുമ്പുന്നവരെ നീ
ശ്രേഷ്ഠനാകിയില്ല. നോക്കിക്കാട്ട് അപ്പന്റെ അനുഗ്രഹം. നീ എന്റെ മകനാണ്, ആദ്യജാതനാണ്, പക്ഷേ നീ ഒരു രീതിയിലും ശ്രേഷ്ഠനാകയില്ല. രണ്ട്, ശീമോനെയും പറ്റിയും ലേവിയെ പറ്റിയും പറയുന്ന 5-ാം വാക്യം. ശീമോനും ലേവിയും സഹോദരന്മാർ, അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എൻ ഉള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ. പറയുകയാണ് ശീമോനെ പറ്റിയും ലേവിയെ പറ്റിയും പറയുകയാണ്, അധികം നിങ്ങളുടെ ആയുധങ്ങള് സാഹസത്തിന്റെ ആയുധമാ. എന്റെ ഉള്ളമേ അവരുടെ മന്ത്രണത്തിൽ കുടുങ്ങരുത്. എന്തോരനുഗ്രഹമാണ് കൊടുക്കുന്നത്, എന്തോരനുഗ്രഹമാണ് കൊടുക്കുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളെല്ലാം ദൈവമക്കളാണ്. നമ്മൾ അപ്പൻ വിളിച്ചിതുപോലെ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. നമ്മളപ്പൻ്റെ അടുത്ത് നിന്ന് ഒന്നുകിൽ അപ്പനെ 4 പറഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ പിന്നെ അപ്പനോട് ഒരു കാര്യം പറയും, ശബ്ദാലിനി അപ്പനെ കാണുന്നത്. പക്ഷേ ഇവിടെ പറയാണ്, എന്റെ ഉള്ളമേ അവരുടെ കൂട്ടാളികളിൽ പോലും പോകരുത്. പക്ഷേയോ യഹൂദയെ പറ്റി പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, യഹൂദ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. എന്താണ് ഈ യഹൂദയ്ക്കുള്ള പ്രത്യേകത? നമുക്കറിയാം, യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതിക്കുന്നവനാണ്. ഇന്ന് പകൽ സമയം നമ്മളെല്ലാവരും സ്തുതിക്കുന്നവരാകട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാകട്ടെ, ദൈവത്തെ ആരാധിക്കുന്നവരാകട്ടെ. എങ്കിൽ മാത്രമേ സ്വർഗത്തിലെ ദൈവം നമ്മെ നോക്കി നല്ല കാര്യം പറയുള്ളൂ. ആമേൻ, ആമേൻ. അപ്പോൾ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുവിടെ കഴുത്തിലിരിക്കും, അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദേ, നീ ഒരു ബാലസിംഹമാകും. ബാലസിംഹമാണ്. എന്താ ഈ യഹൂദയോടൊക്കെ പറയാൻ കാരണം? അതിനകത്തൊരു കാര്യമുണ്ട്. യഹൂദയുടെ അമ്മയെ നമുക്കറിയാം. ആരാണമ്മ? ലേയ. ലേയ നമുക്കറിയാം. ഇതാ യാക്കോബ് അപ്പന്റെ അടുക്കൽ നിന്നും ജ്യേഷ്ഠന്റെ അവകാശങ്ങൾ തട്ടി വാങ്ങിച്ചുകൊണ്ട് ഇവൻ ഓടിപ്പോകുകയാണ്. ലാബാന്റെ ഭവനത്തിലേക്ക് പോകുന്നു. ലാബാൻ അമ്മാച്ചനാണ്, നമുക്കറിയാവുന്ന വിഷയമാണ്. അവിടെ ചെന്ന് ചില നാളുകളൊക്കെ കഴിഞ്ഞപ്പോൾ അവനാണെങ്കിൽ ഈ ലാബാന് മക്കളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടായി. ആരും ചോദിച്ചാൽ ഇതേ മകളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷയോ കിട്ടിയത് ലേയാണ്. ലേയെ പറ്റി പറയുകയാണ്, അവൾ സൗന്ദര്യമുള്ളവളല്ല, അവളുടെ കണ്ണിന് ശോഭയുള്ളതല്ല. സ്തോത്രം. അതിന്റെ വായിച്ചാട്ടം 29-ാം അധ്യായത്തിൽ 16-ാം വാക്യം വായിച്ചാട്ടം. എന്നാൽ ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവൾക്ക് ലയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ. ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. ലേയുടെ കണ്ണിന് ശോഭയില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം ഓർത്താണ്, ശോഭയില്ലാത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുവാൻ യാക്കോബ് ആഗ്രഹിച്ചില്ല. ആഗ്രഹിച്ചില്ല. അങ്ങനെ യാക്കോബ് ഒരു ദിവസം ലാബാൻ ഒരു ദിവസം യാക്കോബിന്റെ അടുക്കൽ പറയാണ്, നീ എന്നെ സേവിച്ചാൽ അത് എന്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തരാം. വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു രാത്രിയുടെ സമയം, വിവാഹം നടക്കുന്ന രാത്രിയുടെ സമയം, ആരും അറിയാത്ത രീതിയിൽ ഒരു ചതി യാക്കോബിന് പറ്റി. ഇന്ന് പകൽ സമയം, ഇന്ന് രാത്രിയുടെ സമയം. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ അതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു നട്ടുച്ചയ്ക്ക് സ്വന്തം അപ്പന്റെ കണ്ണിൽ ഇരുട്ട് വരുത്തി അപ്പന്റെ അടുക്കൽ നിന്നും ജ്യേഷ്ഠന്റെ ജ്യേഷ്ഠാവകാശ ചതിയോടുകൂടി വാങ്ങിച്ച് ഓടിപ്പോയ യാക്കോബ് ഇപ്പോൾ ഇതാ ഒരു പകൽ സമയം, ഒരു നട്ടുച്ച സമയം, ഇതാ അവന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവനായിട്ടല്ല എങ്കിൽ ചതി പറ്റി എന്ന് പറയത്തക്കവണ്ണം അങ്ങനെ പ്രവർത്തിച്ച ഒരു രാത്രിയുടെ സമയം, ഒരു ഉച്ച സമയം അപ്പനെ കളിപ്പിച്ചു എങ്കിൽ
ഒരു രാത്രി സമയം യാക്കോബ് ചതിക്കപ്പെടുവാനിടയായി. ഇന്ന് പകൽ സമയം പ്രിയമുള്ള ദൈവമക്കളെ, അത് എന്റെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിലാ, അത് ഞാനും നിങ്ങളും മറ്റുള്ളവരോടുള്ള ചതിവുണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ സ്തോത്രം അവരോട് ദുഃഖിച്ചിട്ട് കാര്യമല്ല. സ്വർഗത്തിലെ ദൈവത്തോടെ നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവമെല്ലാം നന്നായി ചെയ്യുന്നവനാണ്. മിടുക്കനായവനെ കിടുക്ക കൊള്ളിക്കുന്ന കിടിലനായ ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. എത്രപേർക്ക് മനസ്സിലായി? മിടുക്കനായവനെ കിടുക്കമണിയിപ്പിച്ച കിടിലനായ ഒരു ദൈവത്തെ ഞാനും നിങ്ങൾ ആരാധിക്കുക. അങ്ങനെയെങ്കിൽ ഒരു രാത്രിയുടെ സമയം ലേയുടെ കണ്ണിന് സൗന്ദര്യമില്ലെന്ന് ഇവനെ അറിയാമായിരുന്നു. പക്ഷയോ അന്ന് ലാബാൻ ബുദ്ധിമാനാണ്. ലാബാൻ എന്തെന്നറിയാമോ? ആ മൂത്തവളെ കൊടുത്തു. നമുക്കറിയാം, ഒരു വീട്ടിൽ 2-3 പെൺകുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ മാതാപിതാക്കളുടെ വിഷമം അത് അറിയാം, നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ലാബാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, മോനെ ഒരു കാര്യം ചെയ്യും, നീ സേവിക്ക്. പക്ഷയോ അത് നിന്നോട് പറയാത്തൊരു കാര്യം ഞാൻ ചെയ്യാൻ പോകുകയാണ്. എന്റെ മകളാകുന്ന ലേയെ ഞാൻ നിനക്ക് തരാൻ പോകുക എന്നൊക്കെ ലാബാൻ ഉള്ളുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷോ ഇതൊന്നും സ്തോത്രം യാക്കോബിന് മനസ്സിലായില്ല. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ചതിക്കപ്പെട്ടു. അങ്ങനെ ചതിക്കപ്പെട്ടവളുടെ മകനാണ് യഹൂദ. മനസ്സിലായി? അങ്ങനെ ചതിക്കപ്പെട്ടവന് സ്തോത്രം മകനാണ് യഹൂദ. സ്തോത്രം. ഈ ലേയ ഒരു കാര്യം ചിന്തിച്ചു, ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല, എന്റെ ഭർത്താവിനോട് സ്നേഹം കുറഞ്ഞിരിക്കുകയാണ്, ഞാൻ സൗന്ദര്യമുള്ളവളല്ല എന്ന് എന്റെ ഭർത്താവ് എന്നെ പറ്റി പറയുന്നുണ്ട്. പക്ഷയോ എന്റെ ദൈവമേ, എന്റെ ശാരീരികമായ സൗന്ദര്യം കുറവായിരുന്നാണ് സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി വലിയ കാര്യം ചെയ്യണമെന്ന് അവൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ചതിക്കപ്പെട്ട യാക്കോബ് പറയാണ്, ഇതാ സ്തോത്രം, നീ എന്നെ ചതിക്കുവാനിടയായി. അപ്പോൾ ലാബാൻ പറയാണ്, ഞങ്ങളുടെ ദിക്കിലൊക്കെ ഇങ്ങനെ നടക്കുന്നത്. ഇന്ന് പകൽ സമയം പ്രിയമുള്ള ദൈവമക്കളെ, ഭാരപ്പെടരുത്. ആരെങ്കിലും ഒക്കെ നമ്മളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടരുത്. സ്വർഗം നമുക്ക് അനുകൂലമാണ്. സ്വർഗം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാന് അവൻ ശക്തനാണ് എന്ന് ഉറച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിനാൽ പ്രാർത്ഥിക്കുവാനിടയാകട്ടെ. അങ്ങനെയെങ്കിൽ 4ാമത്തെ മകനാകുന്ന യഹൂദയെ പറ്റി പറയാണ്, നീ ബാലസിംഹമാണ്, നീ ഇരപിടിച്ച ഭക്ഷിക്കുവാനിടയാകും. നമ്മൾ ആ വിഷയം പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർത്തോണം, അപ്പന്റെ ആ ചിന്ത നോക്കണം. അവനെ നീ എപ്പോഴും ഒന്ന് സസ്യമുക്കായി ജീവിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്ന, നീ ഇരപിടിച്ച് ജീവിക്കുന്നവനാകണം. ഇതിലൊക്കെ വേറെ ആത്മീയർത്ഥമുണ്ട്. നമ്മളെല്ലാവരും ഈ നാടുകളില് യഹൂദയെ പോലെ ഇരപിടിച്ച് ജീവിക്കുന്നവരാകണം. എന്താ അവിടുത്തെ ആത്മീയ ദൂതം? അവിടുത്തെ ദൂതം സ്തോത്രം ഇങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്, നമ്മളെല്ലാവരും ആത്മാക്കളെ നേടുന്നവരാകണം. സ്തുതിക്കുന്ന ദൈവമേ, ഞാനും നിങ്ങളും ആത്മാക്കളെ നേടുവാന് ഇരപിടിക്കുന്ന പോലെ 2026 ഞാനും നിങ്ങളും ആകുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. ഇന്നിവിടെ വൈകിട്ട് മീറ്റിംഗ് ആയതുകൊണ്ടാണ് ആള് കുറവ്. പക്ഷെ ഈ സീറ്റൊക്കെ കാണുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ഈ സീറ്റിലൊക്കെ ഇരിക്കുവാനുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഇന്നും വന്നിരിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തിനാൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? സ്വർഗത്തിലെ ദൈവം പറയാണ്, നീ ഒരു ഇരപിടിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാനിടയാകും. എത്ര പേർക്ക് താല്പര്യപ്പെട്ട ദൈവമേ, 2026 അസ്തമത്തിന് മുൻപേ എന്റെ സഭയില് ഞാൻ ആരാധിക്കുന്നിടത്ത് ചില കുടുംബങ്ങൾ കൂടി ചില വ്യക്തികളെ കൂടി ഞാൻ മുഖാന്തരമായി ദൈവത്തിനാൽ കടന്നു വരണമെന്ന് ആഗ്രഹമുള്ളവരുടെ കരങ്ങളെ ഒന്ന് ഉയർന്നിരിക്കട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ദൈവമേ, ആർക്കും പിടിക്കുവാൻ വയ്യാത്തത്, ആർക്കും ചെയ്യാൻ വയ്യാത്തത്, ആരുടെ കരത്തില് മലികാത്തതാകുന്ന ചിലവിനെ പിടിക്കുവാന് ദൈവമേ എന്നെ ബലപ്പെടുത്തണമെന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങൾ ശക്തരാണെങ്കിൽ 2026 അസ്തമത്തിന് മുൻപ് ഈ സഭയില് ഇനിയും പുതിയ കുടുംബങ്ങളാ ദൈവസ്ഥലം കടന്നു വരുമെന്ന് ദൈവാലോചന വിളിച്ചു പറയുകയാണ്. ആമേൻ.
ആമേൻ. അപ്പോൾ നീ ഇരപിടിച്ച് ജീവിക്കും. ഈ ഒരു ബാലസിംഹമാണ്. എന്താ ബാലസിംഹത്തിന്റെ പ്രത്യേകത? അതൊരിക്കലും അടങ്ങിക്കിടക്കത്തില്ല. അതിനെപ്പോഴും പോരാടാനുള്ള താല്പര്യമാ. ഇന്ന് പകൽ സമയം, ഇന്ന് രാത്രിയുടെ സമയം ആരാധിക്കുന്ന ദൈവമേ, എന്റെ നിങ്ങളുടെ മനസ്സില് സ്തുതിക്കുന്ന ദൈവമക്കളെ, എന്റെ നിങ്ങളുടെ ഉള്ളില് ഒറ്റ കാര്യമുണ്ടാകട്ടെ. എങ്ങനെയെങ്കിലും ശത്രുവിനെ എന്റെ കരങ്ങളാല്, എന്റെ പ്രാർത്ഥനയാല് ശത്രുവിനെ തല തകർക്കുവാനിടയാകണം. ആമേൻ. അപ്പോൾ പറയാണ്, നീ ഇരപിടിച്ച് ജീവിക്കും. യഹൂദേ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളെ കഴുത്തിലിരിക്കും. അപ്പന്റെ മക്കൾ നിന്റെ മുൻപിൽ നമസ്കരിക്കും. യഹൂദേ, നീ ഒരു ബാലസിംഹമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇങ്ങനെ നഷ്ടസ്തോത്രം തിരസ്കരിക്കപ്പെട്ട, നിന്ദിക്കപ്പെട്ട ഒരമ്മയുടെ മകനെ പറ്റി സ്വന്തം അപ്പൻ ഇത്രത്തോളം വർദ്ധിച്ചു പറയണമെങ്കിൽ ഇന്ന് പകൽ സമയം ഒരു കാര്യം ഓർക്കട്ടെ. യഹൂദ ഹല്ലേലൂയ സ്തോത്രം സ്തുതിക്കുന്നവൻ മാത്രമല്ല, അവൻ ദൈവമായിട്ട് ബന്ധമുള്ളവനാണ്. ഒരിക്കല് മോശെ കാലഘട്ടത്തിൽ നമുക്കറിയാം ആരാണ് യുദ്ധത്തിന് മുന്നിൽ നിൽക്കേണ്ടത്. അന്നാരത്തെ വാർത്ത നോക്കി നമുക്കറിയാം രൂപൻ വേണം മുന്നിൽ പോകേണ്ടത്, അല്ലെങ്കിൽ ശിമോനോ ലേവിയോ വേണം പോകേണ്ടത്. പക്ഷയോ അല്ലെങ്കിൽ മോശ പറയുകയാണ്, ദൈവാത്മാവ് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു കാര്യം ചെയ്യുക, ശ്രേഷ്ഠന്മാരെയല്ല നോക്കേണ്ടത്, ശ്രേഷ്ഠന്മാരെയല്ല നോക്കേണ്ടത്, പ്രാർത്ഥിക്കുന്നവരെയാണ് യുദ്ധത്തിന് മുന്നിൽ നിൽക്കേണ്ടത്. ആമേൻ. ഇവിടെ ആര് പോണമെന്നാ? യഹൂദ മുന്നോട്ട് പോകട്ടെന്ന്, യഹൂദ മുമ്പേ പോകട്ടെന്ന്. ഇന്ന് പകൽ സമയം പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തുതിക്കുന്നവൻ എവിടെയും മുൻപിൽ കാണും. ഒരു പക്ഷേ ലോകപ്രകാരം ഇപ്പോൾ അല്പം പുറകോട്ടോ അല്ല അല്പം ഭാരത്തിലോ വേദനയിലോ ഞാനും നിങ്ങളും ആയിരുന്നാലും ദേശം നമ്മെ അറിയുന്ന ഒരു ദിവസമുണ്ട്. സ്തുതിക്കുന്നവനെ പാട്ട് വേണം, സ്തുതിക്കുന്നവനെ പ്രാർത്ഥന വേണം, സ്തുതിക്കുന്നവനെ ആരാധന വേണം, സ്തുതിക്കുന്നവനെ സാന്നിധ്യം വേണമെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുമെന്ന് നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. അപ്പോൾ ചെങ്കോൽ, അപ്പന്റെ വിഗ്രഹം ചെങ്കോലാണ്. അങ്ങനെയെങ്കിലും സ്തുതിക്കുന്നവന് ചെങ്കോലാണ്. സ്തുതിക്കുന്നവന് ചില അധികാരങ്ങളുണ്ട്, സ്തുതിക്കുന്നവന് ചില ശക്തിയുണ്ട്, സ്തുതിക്കുന്നവന് ചില പ്രതാപമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് അടുത്ത ഒരു ചെങ്കോലിന്റെ അടുത്തൊരു വിഷയത്തേക്ക് വരാം. എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചാൽ, എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി. തന്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി. എസ്തേർ അടുത്തു ചെന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. മതി, നമുക്കറിയാവുന്ന വിഷയമാണ്. അടുത്തൊരു ചെങ്കോല, രാജാവിന്റെ ചെങ്കോൽ. നമുക്കറിയാം എസ്തേർ രാജ്ഞിയാണ്. പക്ഷേ നമ്മള് ഈ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യഹൂദ ജനത്തെ ഇല്ലാതെയാക്കി കളയുവാനായി, യഹൂദ ജനം ഇനിയും ദേശത്തുണ്ടാകരുതെന്ന് പറഞ്ഞ ഇതാ ഒരു വിളംബരമുണ്ടാക്കിയ ഒരു ഹാമാനെ പറ്റി നമ്മൾ കാണുവാനിടയാകുന്നുണ്ട്. ഹാമാനെ കാണുന്നുണ്ട്. ഹാമാന്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ രാജാവിനോട് ചെന്ന് പറയുകയാണ്, രാജാവേ, നിനക്കറിയാത്ത ഒരു ജാതി ഈ ദേശത്ത് സഞ്ചരിക്കുകയാണ്. അവരുടെ ഭാഷ വേറെയാണ്, അവരുടെ പ്രവൃത്തി വേറെയാണ്. അതുകൊണ്ട് അധികം നാള് ഈ യഹൂദ ജനത്തെ ഇല്ല, യഹൂദ ജനത്തെ നമ്മുടെ ദേശത്ത് വെച്ചേക്കരുത്. കാരണമുണ്ട്, ഒറ്റ കാരണമേ ഉണ്ട്. ഒരു മോർദെഖായിയുള്ള കോപമാണ് ഒരു യഹൂദ ജനത്തെ ഇല്ലാതെയാക്കുവാൻ നോക്കിയത്. നോക്കുമ്പോൾ കാണുവാൻ കഴിയും മോർദെഖായിയോടുള്ള ദേഷ്യം. ആ ജാതിയെ ഇല്ലാതെയാക്കുവാൻ ഇവൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഹാമാൻ ഒരു കാര്യം ചെയ്യാണ്. രാജാവേ, ഈ ജനത്തെ നശിപ്പിച്ചു കളയേണ്ടവയ്ക്ക് വേണ്ടി നീ ഒരു തീരുമാനമെടുക്കണം. ഞാൻ രാജാവിന്റെ കൊട്ടാരത്തിന്, രാജാവിന്റെ ഭണ്ഡാരത്തിന് 10,000 താലന്ത് ഞാൻ കൊടുത്തു വിട്ടേക്കാം. നോക്കിക്കോടെ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഇല്ലാതെ
ഇല്ലാതെയാക്കുവാനായി ശത്രുവിന്റെ തന്ത്രം. ഒരു രീതിയിലല്ല, ഹാമാന ഭണ്ഡാരത്തിൽ പൈസ ഇഷ്ടം പോലുണ്ട്. അവൻ പറയാണ് 10,000 താലന്ത് ഞാൻ കൊടുത്തു വിട്ടേക്കാം, എങ്ങനെയെങ്കിലും ഈ ജാതിയെ ഇല്ലാതെയാക്കണം. പക്ഷെയോ 4-ാം അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, മൊർദെഖായിയുടെ കരച്ചിൽ കാണുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. രാജാവ് പറയാണ്, ശരി, അങ്ങനെയാണെങ്കിൽ ഈ ജാതിയെ ഇല്ലാതെയാക്കി കളയാമെന്ന് രാജാവ് പറയാണ്. പക്ഷയോ ഈ വിവരം അറിഞ്ഞപ്പോൾ 4-ാം അധ്യായത്തിൽ മൊർദെഖായിയുടെ കരച്ചിൽ. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്ന ദൈവമക്കളാകണം ഞാനും നിങ്ങളും. ദൈവപ്രവർത്തിക്ക് തടസ്സം വരുന്ന അന്ധകാര ശക്തികൾ എവിടെ നിന്ന് കടന്നു വന്നിരുന്നാൽ എത്തിലും വെള്ളിയിലും ഇരുന്നുകൊണ്ട് ഹല്ലേലൂയ സഭയ്ക്കെതിരെ വരുന്ന സകല പോരുകളെയും ഞാനും നിങ്ങളും ഹല്ലേലൂയ പ്രാർത്ഥിച്ച് അകറ്റുന്നവരാകുവാൻ ഇടയാകണം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസഭയെ ഇല്ലാതെയാക്കുവാൻ, ദൈവമക്കളുടെ വളർച്ചയെ, ദൈവമക്കളുടെ വരവിനെ തടസ്സപ്പെടുത്തുന്ന, ദൈവസഭയുടെ വളർച്ചയെ ഇല്ലാതെയാക്കുന്ന ഏത് ഹാമാനിക ശക്തികൾ കടന്നു വന്നിരുന്നാലോ അഭിഷേകമുള്ള ദൈവമക്കള്, ആരാധിക്കുന്ന ദൈവമക്കള് ഉണർന്നിരുന്നുകൊണ്ട് ദൈവസഭ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ദൈവ ഈ ദിവസങ്ങളില് ദൈവസഭയുടെ അതിര് വിസ്തീർണമാകുവാനിടയാകട്ടെ. ആമേൻ. ചില കുടുംബങ്ങളെ ശത്രുവായവന്, ചില വ്യക്തി ജീവിതങ്ങളെ ശത്രുവായവന്, ചില തലമുറകളെ ശത്രുവായവന് അപകരിച്ചുകൊണ്ട് ഹാമാന്റെ തന്ത്രത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന ഈ കാലഘട്ടത്തില് മാതാവ്, പിതാവ്, നീ അടങ്ങിയിരിക്കുന്ന വ്യക്തിയല്ല. നീ ദൈവ സന്നിധാനത്തില് ഹാമാന്റെ കരകളിൽ നിന്ന്, ഹാമാന്റെ തീർപ്പിൽ നിന്ന് എന്റെ മകനെ, എന്റെ മകളെ ഞാൻ വിട്ടുതരികയില്ല എന്ന് പറഞ്ഞ് അവരെ ദൈവസനക്ക് അടുപ്പിക്കുവാൻ എന്നെ നിങ്ങൾ പ്രാർത്ഥനയിലാകട്ടെ. ആമേൻ. അപ്പോൾ വിഷയം കടന്നു വന്നു. വിഷയം കടന്നു വന്നപ്പോൾ എന്നറിയാമോ, നമ്മൾ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. എസ്തർ പറയാണ്, കാര്യം ചെയ്താട്ട് കാര്യം തീരുമാനമൊക്കെ വന്നു. മൊർദെഖായി ആശ്വസിപ്പിക്കാനായിട്ട് ഇവൾ കൊട്ടാരത്തിൽ ഒരാളെ വിട്ടു. ആരെ കൊണ്ടിയാണ് മൊർദെഖായി പറയുകയാണ്, എസ്തറിനോട് പറയാൻ, രാജ്യോട് പറഞ്ഞിട്ട് നീ സമയം മിണ്ടാതിരുന്നാൽ യഹൂദന് മറ്റൊരു രക്ഷ വരും, നീ നിന്റെ കുടുംബം നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എസ്തർ പറയുക, 3 ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. വേറെ ദൂത് പറയാം, 3 ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കൊട്ടാരത്തിൽ 2 കൽപ്പന. എത്ര പേർക്ക് മനസ്സിലായി? ഒരു കൊട്ടാരത്തിൽ 2 കൽപ്പന. ഒന്നാമതായിട്ട് രാജാവിന്റെ കൽപ്പന യഹൂദ ജനത്തെ ഇല്ലാതെയാക്കണം. ഹല്ലേലൂയ. കൽപ്പന എന്താണ്? ഹല്ലേലൂയ, യഹൂദ ജനത്തെ ഇല്ലാതെയാക്കുവാൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന രാജാവിന്റെ കൽപ്പന. ഹല്ലേലൂയ 127 സംസ്ഥാനങ്ങളില് ഹല്ലേലൂയ സ്തോത്രം ഈ അഞ്ചൽ മുഖാന്തരമായിട്ട് ലെറ്റർ പോയിരിക്കുകയാണ്. അപ്പോഴാകുന്നു അതേ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് എസ്തർ പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ മാത്രമല്ല, 3 ദിവസം നിങ്ങളും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളും എല്ലാവരും ഉപവസിക്കുവാനിടയാകണം. പ്രിയമുള്ള ദൈവമക്കളെ, എവിടെ നിന്ന് പ്രതികൂലം വന്നോ അവിടെ നിന്നും തന്നെ മറുപടി തരുന്ന ദൈവമാ. ഇന്ന് രാത്രിയുടെ സമയം പ്രിയമുള്ള ദൈവമക്കളെ, എനിക്കൊരു ആത്മീയ ദൂത് പറയുവാന് എന്റെ ഹൃദയത്തിൽ ആവേശമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഉല്ലാസത്തോടു കൂടി പറയട്ടെ, ഇന്ന് രാത്രിയുടെ സമയം ഏതെങ്കിലും വേദനയോടുകൂടി, ദുഃഖത്തോടുകൂടി, കണ്ണുനീരോടുകൂടി ആരെങ്കിലും ആയിരിക്കുന്നു എങ്കിൽ നിനക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും അത് ഈ വചനം കേൾക്കുന്നുവെങ്കിൽ ഒരു വ്യക്തിയോടായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരോടും ആയിരിക്കാം, ദൈവത്തിന് ആത്മാവ് വിളിച്ചു പറയാണ്, നീ എവിടെ നിന്ന് നിന്നെ അനുഭവിച്ചോ, എവിടെ നിന്ന് കഷ്ടം അനുഭവിച്ചോ, എവിടെ നിന്ന് ഭാരം അനുഭവിച്ചോ, അവിടെ തന്നെ നിനക്ക് നീക്കുമാക്ക സ്വർഗത്തിലെ ദൈവം തരുവാൻ ശക്തനാണ് എന്ന് ദൈവാത്മാവിന് ഉറച്ചു പറഞ്ഞാണ്. എത്ര പേരുടെ കരം ഉയർന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇടയ്ക്ക് ഞാൻ തെലുങ്ക് പറഞ്ഞു ചതുവമ്മ എന്ന് പറഞ്ഞു കേട്ടത്. ചതുവെന്ന് പറഞ്ഞാൽ വായിക്കാനുള്ള അർത്ഥം അതിലേക്ക് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിക്കുക ഈ ഭാഷ എന്തോ ഭാഷ പറഞ്ഞു തെലുങ്ക് മീറ്റിംഗുള്ളതുകൊണ്ട് തെലുങ്കിനോട് പ്രസംഗിച്ച് ചില തെലുങ്ക് വേർഡ് വന്നിട്ട് ക്ഷമിക്കണം. അപ്പോൾ ഏകദേശം തെലുങ്കൊന്നും പറയാൻ ഞാൻ മുന്നോട്ട് പോവാം. അപ്പോൾ രാജാവിന്റെ കൊട്ടാരത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുക, രാജമന്ദിരത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുക. രാജാവ് അരമനയിലിരിക്കുക. ഇപ്പോൾ എസ്തേർ ഇതാ മന്നം രാജാവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ഒരു കാര്യമുണ്ട്, രാജാവ് വിളിക്കാതെ ചെന്ന് കഴിഞ്ഞാല് അതിനെ കൊന്നു കളയണമെന്നുള്ള നിയമങ്ങള് രാജാവിന്റെ കൽപ്പനയായിരിക്കുമ്പോൾ ഇപ്പോൾ എസ്തേർ ഉപവാസത്തിന്റെ ബലം കൊണ്ട്, പ്രാർത്ഥനയുടെ ബലം കൊണ്ട് ഇത് രാജസന്നിധാനത്തിലെ കടത്തിയാണ്. ഇന്ന് പകൽ സമയം, ഇന്ന് രാത്രിയുടെ സമയം ആരാധിക്കുന്ന ദൈവമതിന് നിന്റെ വിഷയങ്ങള് എത്ര വലുതായിരുന്നാലും, എത്ര ഭാരമായിരുന്നാലും, എത്ര ദുഃഖമായിരുന്നാലും ഉപവാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുവാൻ തയ്യാറാണോ? സ്വർഗം നമുക്ക് അനുകൂലമായി അങ്ങോട്ട് ചെല്ലുന്ന കണ്ടു. കണ്ടപ്പോൾ രാജാവ് പയ്യെ ചെങ്കോൽ നീട്ടി. അമേ അമേ രാജാവിന്റെ അനുവാദമില്ലാതെ രാജകൊട്ടാരത്തിന് മുൻപിൽ, രാജാവിന്റെ അരമനയുടെ മുൻപിൽ രാജാവിരിക്കുന്നിടത്ത് ചെല്ലുവാൻ നിയമമില്ലാതെ ഇരിക്കുമ്പോൾ ഉപവസിക്കുന്ന ദൈവമകന്, പ്രാർത്ഥിക്കുന്ന ദൈവമകന് എസ്തേർ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. എത്ര വലിയ പ്രതികൂലമാകട്ടെ, രാജാവിന്റെ തീരുമാനമാകട്ടെ, നിന്റെ പ്രാർത്ഥനയാണ് സകല കൽപ്പനകളെ ഉടച്ചു മാറ്റുവാൻ ഇടയായി തീരും. അങ്ങോട്ട് ചെന്നപ്പോൾ രാജാവ് ചെങ്കോലങ്ങോട്ട് നീട്ടി. ചെങ്കോലങ്ങോട്ട് നീട്ടി. അവൾ ചെങ്കോലിന്റെ അഗ്രത്തിൽ തൊട്ടു. ഇന്ന് രാത്രിയുടെ സമയം പ്രിയമുള്ള ദൈവമക്കളെ, ചെങ്കോൽ നമ്മുടെ കർത്താവാണ്. ആമേൻ. ലാസ്റ്റായിട്ട് പറയാൻ സമയം കിട്ടിയാണ്. ചെങ്കോലിന്റെ അഗ്രത്തെ തൊടുവാനിടയായി. അപ്പോൾ ചോദിക്കണം, എസ്തേരേ നിനക്കെന്ത് വേണം? നീ പറഞ്ഞുകൊള്ളുക. എന്താണ് നിനക്ക് ആവശ്യം? രാജ്യത്തിന്റെ പകുതിയായാലും ഞാൻ തരാമെന്ന് പറഞ്ഞ് രാജാവിന്റെ വാക്കിന് മുൻപാകെ അവൾ രാജ്യത്തെ ചോദിച്ചില്ല. അതിന് പിന്നെ അവൾ പറയുന്നതറിയാമോ? ഞാനൊരു വിരുന്നൊരുക്കുന്നുണ്ട്, ആ വിരുന്നിന് നീ വരണം. വളരെ ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം ചെയ്യ, ഹാമാനുണ്ടല്ലോ, ഹാമാനെ കൂടെ വിളിക്കണം, ഹാമാനൂടെ വരണം. ഇവർ രണ്ട് ഹാമാനും കൈയടിച്ച് അവരങ്ങോട്ട് വലിയ കാര്യമായിട്ട് വിരുന്നിന് പോയി. വിരുന്നിനൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഹാമാനെ ക്രിയേറ്റൊരു നീളം അവൻ അങ്ങോട്ട്, നമുക്ക് അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ കാണാം. അവനെന്ത് ചെയ്ത് ചോദിച്ചാൽ ഒരു കഴിവുമരമൊക്കെ ഉണ്ടാക്കി എന്നിട്ട് പറയുകയാണ്, താത്പര്യാണ് നീ എനിക്ക് എന്നെ നിന്നിച്ച മോർദെഖായിയെ തൂക്കാനേന് 50 അടി പൊക്കമുള്ള ഒരു രാത്രി കൊണ്ട് ഒരു കഴിവുമരം ഉണ്ടാക്കിയതായിട്ട് തിരുവചനം പഠിക്കുവാനിടയാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഓർത്താട്ടെ, ഉപവസിക്കുന്ന ദൈവമകനെ, രട്ടിലിരുന്ന ദൈവമകനെ, കണ്ണുനീരൊഴിക്കുന്ന ദൈവമകനെ, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിന്റെ കരച്ചിലിന്, നിന്റെ പ്രാർത്ഥന ഒരിക്കലും ശത്രു അതിന് വരെ ജയമെടുക്കയില്ല. നീ പ്രാർത്ഥിക്കുന്ന ദൈവമകനാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരു ചെങ്കോൽ ഉയർത്തി കാണിച്ച നിന്നെ തളർത്തുന്ന ദൈവമാണ്. അതിനുശേഷം വിരുന്നുമൊക്കെ കഴിഞ്ഞു. 1-2 വിരുന്നൊക്കെ കഴിഞ്ഞപ്പോൾ ഈ എസ്തേർ കാര്യം അവതരിപ്പിച്ചു. ഒരു കാര്യം ചെയ്യ് രാജാവേ, എന്റെ സ്വജനത്തിന് മരണം ഞാൻ എങ്ങനെ കാണും? അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, ഈ ജനത്തെ വിടുവിക്കുവാനിടയാകണം. ഹാമാൻ എന്ന് പറയുന്ന ക്രൂരനുണ്ടല്ലോ, എന്റെ വീട്ടിൽ വന്ന് ആപ്പാട് കൊടുത്തിട്ടുണ്ടല്ലോ, അവനായി ഈ ജനത്തെ ഇല്ലാതെയാക്കുവാൻ, എന്റെ ജനത്തെ ഇല്ലാതെയാക്കുവാൻ ഇവൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിയമം മാറ്റണമേ. അപ്പോൾ രാജാവ് സമയമില്ലാത്ത പറയാണ്, അത് ഈ രാജാവ് തന്നെ അധികാര പത്രങ്ങളെല്ലാം കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് 127 സംസ്ഥാനങ്ങളിലേക്ക് അഞ്ചൽ മുഖാന്തരമായിട്ട് ലെറ്റർ കൊടുക്കുവാനിടയായി. യഹൂദ ജനത്തിന് എതിരായി നിൽക്കുന്ന ജാതികളെ ഇല്ലാതെയാക്കുവാൻ. മാസം നമുക്കറിയാവുന്ന മാസമാണ്. എന്ന് യഹൂദ ജനത്തെ കൊന്നു കളയണമോ എന്ന് ഹാമാന്റെ ചട്ടപ്രകാരം ലെറ്റർ എഴുതിയോ അന്ന് തന്നെ യഹൂദ ജനത്തിന് എതിരായി വരുന്ന ജാതികളെ കൊന്നു കളയണം.
ഓ, ഇനി എനിക്ക് ഇതിനകത്തൊക്കെ സന്തോഷിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 8-ാം അധ്യായം 12-ാം വാക്യം വായിച്ചണം. 10-ാം വാക്യം, താഴെ വാക്യം 8-ല്. അവൻ അഹശ്വേരോശ് രാജാവിന്റെ നാമത്തിൽ എഴുതിച്ച് രാജമോതിരം കൊണ്ട് മുദ്രയിട്ട് ലേഖനങ്ങളെ രാജാവിന്റെ അശ്വഗണത്തിൽ വളർന്ന രാജകാര്യത്തിൽ ഉപയോഗിച്ചിരുന്ന തുരകങ്ങളുടെ പുറത്തു കയറി ഓടിക്കുന്ന അഞ്ചൽക്കാരുടെ കൈവശം കൊടുത്ത അഞ്ചൽക്കാരുടെ കയ്യിൽ കൊടുത്തു പിടിക്കുകയാണ്. അവർ ഓടി കാര്യങ്ങളൊക്കെ പറയുകയാണ്. പക്ഷെ 9-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് 9-ാം അധ്യായത്തിൽ 12-ാം വാക്യം വായിച്ചാണ്. അപ്പോൾ രാജാവ് രാജ്ഞിയോട് യഹൂദന്മാർ ശൂഷൻ രാജധാനിയിൽ 500 പേരെയും ഹാമാന്റെ 10 പുത്രന്മാരെയും കൊന്നു മുടിച്ചു. രാജാവിന്റെ മറ്റു സംസ്ഥാനങ്ങളിൽ അവർ എന്ത് ചെയ്തിരിക്കും? ഇനിയും നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. ഇനിയും നിന്റെ ആഗ്രഹം എന്ത്? അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു. നോക്കിക്കോണേ, 12-ാം വാക്യങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് കാണുവാൻ കഴിയണം ഹാമാന്റെ 10 പുത്രന്മാരെ കൊന്നു കളഞ്ഞത്. പിന്നെ 13-ാം വാക്യത്തിൽ രാജാവ് ചോദിക്കുകയാണ്, എസ്തേറേ, ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് നിനക്ക് എഴുതരുത്. ഇവൾ പറയുകയാണ് ഈ 10 പുത്രന്മാരെയും കഴിവുമരത്തെ തൂക്കണമെന്ന്. തല്ലിക്കൊല്ലുകയും വെടിവെക്കുകയും ചെയ്തു. ചാടയത്തില്ല. പിന്നെന്തിന് നീ 2 വർഷത്തിന്റെ ആവശ്യം? നമ്മള് മേളത്തെ വാക്യത്തിനകത്ത് വായിച്ചു അവർ 10 പേരെയും അത് കൊന്നുകളഞ്ഞെന്ന് അറിയുന്നില്ല. അടുത്ത വാക്യത്തെ പറയാണ്, എസ്തർ പറയാണ് അവരെ കഴിവുമരത്തിൽ തൂക്കണമെന്ന്. ഞാൻ ഈ വാക്യം വായിച്ച് ഞാനാകപ്പാട് ഉണ്ടായി. ഞാനിത് ദൈവമേ ഇതെന്തിനാണ്? ശരി, ഒരുത്തരെ തല്ലിക്കൊന്നു, പിന്നെ അവരെ വെടിവെച്ചു എന്ന് പറയണം. അപ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തന്ന ഒരാലോചന ഞാൻ പറയാം. ഒരു ദിവസം രാത്രിയില് ഹാമാൻ വീട്ടിൽ ചെന്നിട്ട് പറയുകയാണ്, നമുക്കൊരു കഴിവുമരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ 10 ഒരു രാത്രിയിൽ അപ്പനോട് ചേർന്ന് നിന്നുകൊണ്ട് സ്തോത്രം മൊർദെഖായിയെ കൊന്നുകളയുവാൻ കഴിവുമരം പണിതവരവര് 10 അപ്രകാരമാണ്. അത് നമ്മുടെ ഒരു ചോദ്യമുണ്ട്, പെണ്ണുകൂടെ ഭാര്യ അവിടെ ഭാര്യ എത്തില്ലത്. അതിനകത്തൊരു തെളിവുണ്ട്. ഈ ഭാര്യയ്ക്ക് ചില ദർശനമുള്ളവളാ. അവളെ കൊണ്ട് എന്നിട്ട് പറയുകയാണ്, അവൻ യഹൂദനെങ്കില് നീ അവനെ ജയിക്കയില്ല. പറഞ്ഞില്ലേ? അവനെ തോൽപ്പിക്കുവാൻ സാധിക്കത്തില്ല. ദർശനമുണ്ടായിരുന്നു. ആ അല്പമായ ദർശനമൊക്കെ കിട്ടിയപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തു, ഇവിടെ കൊന്നുകളഞ്ഞ് കളയുവാൻ അനുവദിച്ചില്ല. മറ്റ് 10 നോക്കിക്കാട്ട്. ഒരു കഴിവുമരത്തിന്മേല് അപ്പൻ കിടക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ 10 പുത്രന്മാരെ തൂക്കിക്കളയുവാനിടയായി. മൊർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ ഒരു കഴിവുമരം പക്ഷെ 11 സാക്ഷ്യം വഹിച്ചു എങ്കിൽ ആരാധിക്കുന്ന ദൈവകുഞ്ഞെ, എനിക്കും നിങ്ങൾക്കും എതിരായിട്ട് ശത്രുവായവൻ എത്ര കഴിവുമരം ഉണ്ടാക്കട്ടെ, പക്ഷയോ ഞാനും നിങ്ങളും അവിടെ ഒതുങ്ങി പോകുവാനിടയാകില്ല. ആമേ. പിന്നെ ഒരു വിഷയമുണ്ട്. നമുക്കറിയാം, ഒരു 10 പുത്രൻ മരിച്ച വേറെ ആളുണ്ട്. ആരാണ്? ഇയ്യോബ്. 10 പുത്രന്മാർ മരിച്ചു. അല്ലെ 10 പുത്രൻ. അപ്പോൾ ഈ ഭാര്യ സഹോദരൻ പറയാണ്, ഇനി ഭക്തിയൊക്കെ വിട്ടിട്ട് നീ അങ്ങ് ദൈവത്തെ ധരിച്ചു കളയാൻ പറയും. അപ്പോൾ ഇവരൊരു പേരൊക്കെ ഇട്ടു. ഇപ്പൊ പേരിട്ടാൽ ഒരു പൊട്ടി സംസാരിക്കണോട് സംസാരിക്കാം. നമ്മൾ ദൈവത്തിനും നല്ല ദാനങ്ങൾ മാത്രമല്ല, ദൈവത്തിൽ എന്ത് വന്നാലും നമ്മൾ അംഗീകരിക്കണം. ഇന്ന് പകൽ സമയം പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ. അപ്പോൾ ഈ 12 പേര് അല്ലെങ്കിൽ 11 പേരെ തൂക്കുവാൻ ഒരു കഴിവുമരത്തിന് കഴിഞ്ഞു. എന്താണ്? പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, നിന്റെ മുൻപിൽ ഒരു ചങ്ങാൽ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് നിന്റെ ജീവിതത്തിന് അനുകൂലത്തിന് കാരണമാകും. സമയം തീർന്നുകൊണ്ട് നമുക്ക് യെശയ്യാഗ്രന്ഥം 9-ാം അധ്യായത്തിലെ 6-ാം വാക്യം വേഗം വായിച്ചാണ്. എളുപ്പം വായിച്ചാണ്. നമുക്ക് ശിശു നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്,
ചങ്ങാൽ ക്രിസ്തുവാകുന്നു. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ ചങ്ങാൽ ക്രിസ്തുവാ. ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് വിട്ടു തന്നു. അവൻ ആരാ? അത്ഭുത മന്ത്രിയാ, വീരനാം ദൈവം, സമാധാനത്തിന് ദൈവമാണ്. അവനൊപ്പം പറവാൻ ആരുമില്ല, അവനെ പോലെ പറയുവാൻ മറ്റാരുമില്ല. അത്ര വലിയവൻ. BC 750 പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് തന്റെ പ്രവചന കുഞ്ഞിന്മേൽ കരുതുന്നുകൊണ്ട് വരുവാൻ പോകുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ സമയം, ഇന്ന് രാത്രിയുടെ സമയം, പ്രിയമുള്ള ദൈവമക്കളെ, ആദ്യ ചെങ്കോലാകുന്ന ക്രിസ്തുവിനെ നമുക്ക് അംഗീകരിപ്പാനിടയാകട്ടെ. അവനിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകുവാനിടയാകട്ടെ. ആധിപത്യം അവനെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രിയാ, വീരനാം ദൈവമാ, സമാധാനത്തിന് കർത്താവാ. ഇന്ന് രാത്രിയുടെ സമയം സമാധാനത്തിന് അതിന് കർത്താവിനെ അത് കണ്ടുകൊണ്ട് നമുക്ക് മുന്നേറാം. ലോകത്തിൽ അല്പമായ ഭാരങ്ങള്, പ്രയാസങ്ങള്, കഷ്ടങ്ങള് നമ്മുടെ ജീവിതത്തിൽ മേലെ വന്നേക്കാം. പക്ഷയോ ഭാരപ്പെടേണ്ട, സകലത്തിനും അധികാരമുള്ളവൻ നമ്മുടെ ദൈവമാണ്. ആ ചെങ്കോലിൽ നമുക്ക് ആശ്രയിക്കാം. രാത്രിയുടെ സമയം എനിക്ക് വളരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം തന്ന ഈ സഭയുടെ ശുശ്രൂഷൻ അതുപോലെ ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും വെളിപ്പെടുത്തിക്കട്ടെ. എന്നെ വാക്ക് ധരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ കേൾപ്പിച്ച വചനങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കാം. അധികാരമുള്ളവനെ നമ്മൾ സേവിക്കുന്നു, ചെങ്കോൽ പിടിച്ചിരിക്കുന്നവനെ നമ്മൾ സേവിക്കുന്നു, സകല ആധിപത്യങ്ങളുടെ ഉടയവനെ നമ്മൾ സേവിക്കുന്നു. ആ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതൊക്കെ പ്രാപിച്ചു മുന്നേറുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ പാസ്റ്റർ കുടുംബത്തെ, അവിടെയുള്ള ശുശ്രൂഷകളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ ജോണി പത്രോസ് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കാൽവരിയിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ തിരുപ്പാദത്തിലേക്ക് വരുവാൻ നൽകുന്ന അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു ചെങ്കോലുണ്ട്, നീതിയുള്ള ചെങ്കോൽ. സകലത്തെ വിധിക്കുന്നവൻ, സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ കർത്താവായിരിക്കുന്നത് ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ ഓരോ ദിവസവും ഒന്ന് പൊതിഞ്ഞു പരിപാലിക്കുന്ന സ്നേഹത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം, അറിയുവാൻ തക്കവണ്ണം, സ്നേഹിക്കുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ കൊച്ചു ജീവിതത്തെ അവന്റെ പാതപടത്തിൽ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ നൽകി തന്ന മുല്ലപ്പെട്ട ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു കാലത്ത് ഞങ്ങൾ ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധമില്ലാത്തവരായി, വാഗ്ദത്തങ്ങളുടെ നിയമങ്ങൾക്ക് അന്യരായി, കോപപാത്രങ്ങളായി, ദൂരസ്ഥരായി, ക്രിസ്തുവിനെ കൂടാതുള്ളവരായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ കാണുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ രക്ഷിതാവിനെ കാണുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ നല്ല ഇടയനെ കാണുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, അത്ഭുത മന്ത്രിയായി ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിന്റെ പൂർത്തീകരണമായിട്ട് ഞങ്ങളുടെ കർത്താവിനെ കാണുവാൻ തക്കവണ്ണം നൽകി തന്ന വിലപ്പെട്ട അവസരത്തിനും ഭാഗ്യത്തിനുമായി സ്തോത്രം. വലത്തെ വിഭാഗത്തിന്റെ വൃത്തിനെ ഇതിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിശുകളെയും ശുശ്രൂഷയൊക്കെയും കർത്താവ് ആദരിക്കുകയും അത്ഭുതത്തിന്റെ വഴികളൊക്കെ തുറന്നുകൊണ്ട് ഇത്രത്തോളം സഹായിച്ച അവിടുത്തെ സ്നേഹത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ മരുപ്രയാണത്തിൽ പിന്നെ ഇതിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ കർത്താവിനെ ലോകത്തിലേക്ക് ഉയർത്തിപ്പിടിപ്പാൻ തക്കവണ്ണം, ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജാതിയാണ് രാജകീയ പുരോഹിതവർഗമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നടക്കുന്നതായ സഹായത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. തിരിക്കുന്ന പ്രകാരമുള്ളവരെല്ലാവരും അല്ലെങ്കിൽ ആഗ്രഹത്തോടും ആകാംക്ഷയോടും അല്ലെങ്കിൽ തേജസ്സിന്റെ പുത്രനെ സ്തുതിക്കുവാനുള്ള വാഞ്ചയോടും കർത്താവിനെയാക്കണമേ. ദുഃഖത്തിലായിരിക്കുന്ന നല്ല പ്രിയപ്പെട്ടിട്ടുണ്ടല്ലോ, ആ പ്രിയഭവനത്തോടും മനസ്സരിയുമാകണം. സകല ആശ്വാസം പകരുന്നതായ സ്വർഗീയ പ്രത്യാശ കൊണ്ട് ഹൃദയത്തെ നിറച്ചുകൊണ്ടുമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളെ മുറ്റുമപ്പാദത്തിൽ ഏൽപ്പിക്കുന്നു. നൽകുന്ന നല്ല ആലോചനയ്ക്കായി സ്തോത്രം. മഹത്വം ഞങ്ങൾ കുഞ്ഞാടി അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധ സാന്നിധ്യവും സംസർഗവും നാം എല്ലാവരോടും കൂടെ ഈ ആലയത്തോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഈ രാത്രി നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. സമാധാനത്തോട് പോകാം. കർത്താവ് നമ്മോട്